കനത്ത ചൂടിനെ തുടർന്നുണ്ടാകുന്ന വൈദ്യുത പ്രതിസന്ധിയെ തുടർന്ന് കൺട്രോൾ റൂം തുറന്ന് KCB. വൈദ്യുത മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനും സ്ഥിതിഗതികൾ ഏകോപിപ്പിക്കാനുമായാണ് തീരുമാനം. ഫീഡറുകളിലെ ഓവർലോഡ്, സബ്സ്റ്റേഷനുകളിലെ ലോഡ് ക്രമീകരണം എന്നിവ ഏകോപിപ്പിക്കും. വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മാനസ, കഴിഞ്ഞ ദിവസം ഈ മേഖല തിരിച്ചുള്ള നിയന്ത്രണം KCBക്ക് ഗുണം ചെയ്തു, സംസ്ഥാനത്തിനും വൈദ്യുത മേഖലയ്ക്കും ഗുണം ചെയ്തു. വലിയ തരത്തിലുള്ള ഊർജ്ജോപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ KCB തീരുമാനിച്ചത്. എന്തൊക്കെയാണ് ഇന്നത്തെ KCBയുടെ തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മേഖല തിരിച്ചുള്ള നിയന്ത്രണങ്ങളൊക്കെയും KCBയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ പിന്തുടർന്നാണ് ഇത്തവണ അല്ലെങ്കിൽ ഇന്ന് വീണ്ടും ഈ കൺട്രോൾ റൂം സംവിധാനം ഏർപ്പെടുത്തി വൈദ്യുതിയെ ലാഭിക്കാനുള്ള ഒരു നീക്കവുമായി KCB മുന്നോട്ട് പോകുന്നത്. കനത്ത ചൂടാണ്, അതോടൊപ്പം തന്നെ ഉഷ്ണക്കാറ്റിനെയും തുടർന്ന് വൈദ്യുതി മേഖലക്കുണ്ടാകുന്ന തടസ്സം പരിഹരിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്ഥിതിഗതികൾ സംസ്ഥാനമൊട്ടാകെ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയാണ് KCB ഈ ഒരു പ്രത്യേക കൺട്രോൾ റൂം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫീഡറുകളിലെ ഓവർലോഡും അതോടൊപ്പം തന്നെ സബ്സ്റ്റേഷനുകളിലെ ലോഡ് ക്രമീകരണം, വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലെ വൈദ്യുതി ആവശ്യകത, ലഭ്യത, ഈ തമ്മിലുള്ള അന്തരം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ കൺട്രോൾ റൂം പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഈ വൈദ്യുതി ഭവനിലാണ് കൺട്രോൾ റൂം സംവിധാനം പ്രവർത്തിക്കുന്നത്. ഈ പീക്ക് സമയത്ത് വൈദ്യുതി മേഖലയിലെ പ്രസരണ വിതരണ സംവിധാനം ഒരു പരിധി വരെ പിടിച്ചു നിർത്തുക എന്നത് ലക്ഷ്യമാക്കിയാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുക എന്നും പറയുന്നുണ്ട്. ഈ വിതരണം, ലോഡ്, ഡെസ്പാച്ച് സെന്റർ എന്നീ മേഖലകളിലെ ഉദ്യോഗസ്ഥന്മാരാണ് കൺട്രോൾ റൂമിൽ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുക. ആവശ്യ സന്ദർഭങ്ങളിൽ തത്സമയം വേണ്ട തീരുമാനമെടുക്കുവാനും കൺട്രോൾ റൂമിന് സാധിക്കുന്നുണ്ട്. അതിനുള്ള ആ ഒരു അധികാരവും കൺട്രോൾ റൂമിന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങൾ വൈദ്യുതിയുടെ ലോഡ് മാനേജ്മെന്റ് നടത്തുന്നതിനും ഓരോ ദിവസത്തെ ലോഡ് വിലയിരുത്തുന്നതിനും കൺട്രോൾ റൂമിന് സാധിക്കുകയും ചെയ്യും. ഇതൊക്കെയും ഈ ഒരു KCBക്ക് ഈ വൈദ്യുതിയുടെ ചെലവ് അല്ലെങ്കിൽ വൈദ്യുതി ഉപഭോഗത്തെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളായാണ് ഇപ്പോൾ KCB മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മനസ്സ, അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ഈ നിലവിൽ ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ അവിടെ ആവശ്യമായ ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഈ കൺട്രോൾ റൂം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെയുള്ള പ്രദേശങ്ങളിലെ വൈദ്യുതി ഉപഭോഗം നല്ല രീതിയിൽ കുറയ്ക്കാനും കഴിയും. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നു, മലബാർ മേഖലകളിലെ അല്ലെങ്കിൽ അവിടെയുള്ള മലബാർ ജില്ലകളിലാണ് ഇത്തരത്തിൽ കൂടുതൽ വൈദ്യുതി ഉപഭോഗം ഉണ്ടാകുന്നതെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്കോർഡ് കടക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതിസന്ധി വരും ദിവസങ്ങളിൽ തുടരാതിരിക്കാൻ കൂടിയുള്ള ഒരു മുൻകരുതലായാണ് ഇപ്പോൾ KCB ഇത്തരത്തിൽ ഒരു കൺട്രോൾ റൂം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൂടെ പ്രത്യേകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എവിടെയാണോ കൂടുതൽ ആവശ്യം കൂടുതൽ ഉണ്ടാകുന്നത് അവിടെയൊക്കെയും ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇപ്പോൾ KCBക്ക് ഈ പ്രത്യേക കൺട്രോൾ റൂം സംവിധാനത്തിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖല തിരിച്ചുള്ള നിയന്ത്രണങ്ങളും അത്തരത്തിലായിരുന്നു. പാലക്കാട്, മലപ്പുറം ജില്ലകളിലായിരുന്നു അത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. വരും ദിവസങ്ങളിൽ ഈ സംസ്ഥാനമൊട്ടാകെ എവിടെയാണോ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് അവിടെ ആവശ്യാനുസരണം നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ പുതിയ നീക്കത്തിലൂടെ KCB ലക്ഷ്യമിടുന്നത്. ഈ ഇന്നലത്തെ കണക്കുകൾ കൃത്യമായി വന്നിരുന്നു, വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇന്നിപ്പോൾ വൈകുന്നേരം രാത്രിയോടുകൂടി പുതിയ കണക്ക് വരുമായിരിക്കും. കാരണം ആ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് KCB എടുത്ത ആ നടപടി വളരെ ഫലവത്തായിരുന്നു. വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കുറയ്ക്കാനും കഴിഞ്ഞു. അതിൻ്റെ ചുവടുപടിയായിട്ടാണ് ഇന്ന് ഈ നേരത്തെ മാനസ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക കൺട്രോൾ റൂം തുറക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഇന്നും വലിയ തരത്തിൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ ഈ നടപടികളിലൂടെ കഴിഞ്ഞിട്ടുണ്ടാകും. ആ കണക്ക് രാത്രിയോടുകൂടി വരുമായിരിക്കും. തീർച്ചയായും വൈകുന്നേരത്തോടു കൂടി കണക്കുകൾ വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടത്. ഒരു റെക്കോർഡ് വർധന, ഈ ഏറ്റവും അവസാനത്തെ അറിയിപ്പ് പ്രകാരം റെക്കോർഡ് വർധന ഈ നിലവിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെല്ലാം തന്നെ ശ്രദ്ധാലുക്കളായി എന്ന് തന്നെയാണ് നേരത്തെ മന്ത്രിയും സൂചിപ്പിച്ചത്. അതാണ് മനസ്സ് ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ പൊതുജനങ്ങൾ വൈദ്യുതി ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുത. ഒരു തരത്തിലും ലോഡ് ഷെഡിങ്ങിലേക്ക് പോകുന്നില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി. എവിടെയും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അതിനോട് ജനങ്ങൾ സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായും ഈ ഒരു വൈദ്യുതി പ്രതിസന്ധി കുറച്ച് ദിവസങ്ങളായി ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു സംസ്ഥാനത്ത്. പക്ഷേ
ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല എന്ന് തന്നെയായിരുന്നു സർക്കാർ തീരുമാനവും. അത് മന്ത്രി നേരത്തെ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തന്നെ മന്ത്രി വ്യക്തമാക്കിയതും. ആ ഒരു ജനങ്ങളോട് കാണിച്ച സമീപനം തന്നെ പൊതുജനങ്ങൾ തിരിച്ച് സർക്കാരിനോടും കാണിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുജനങ്ങളോട് മന്ത്രി എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കുക, ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെയും ഉപയോഗിക്കുമ്പോൾ കൃത്യമായി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഈ പീക്ക് സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും മന്ത്രിയും അതോടൊപ്പം തന്നെ KSEBയും പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെയും പൊതുജനങ്ങൾ പാലിച്ചു അല്ലെങ്കിൽ നടപ്പാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു റെക്കോർഡ് വർധനയിൽ നിന്നും ഉപഭോഗം കുറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ വൈദ്യുതിയുടെ പ്രതിസന്ധി നിലനിർത്താൻ തന്നെ സാധിക്കും, അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് KSEBക്ക് കടക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ശരി, മാനസ മനോജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ കനത്ത ചൂടിനെ തുടർന്നുണ്ടായ വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക കൺട്രോൾ റൂം KSEB തുടങ്ങി. ഒപ്പം തന്നെ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കിയുള്ള സർക്കാർ നിലപാടിനോട് യോജിച്ചുകൊണ്ട് ജനങ്ങളും വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നുള്ള വാർത്തയും കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് മാനസ മനോജ് നൽകിയത്.